ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 67:1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ഈ വായിച്ച തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശാബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിൽ 684 പാട്ട് പാടാം. 6-8-4 യഹോവ സ്വസ്ഥ നാളിനെ. സ്വസ്ഥ നാളിനെ ഉണ്ടാക്കി ശുദ്ധീകരിച്ചു തൻ
സൃഷ്ടിയെല്ലാം നോക്കിയിട്ട് ഒന്നാകെ അനുഗ്രഹിച്ചു. ഈ ഭൂമിയും ആകാശവും തൻ സ്നേഹത്തെ ഘോഷിക്കുന്നു. തന്നത്ഭുത പ്രവർത്തികൾ എന്നേക്കും നിലനിൽക്കുന്നു. സുബുദ്ധിയുള്ളെല്ലാവരും കർത്താവിൻ ക്രിയയെ ഓർക്കും. തൻ കൃപജ്ഞാനം ഹേതുവാ എന്നേക്കും തന്നെ സ്തുതിക്കും. യഹോവയായ യേശുവേ, നിൻ പൂർണ്ണവേല ഒക്കെയും ഞാൻ കണ്ടു നിന്നെ സ്തുതിച്ചു. നിൻ രക്ഷയിൽ സന്തോഷിക്കും. വേദവായനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം സങ്കീർത്തനങ്ങൾ 33-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാരെ, യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. അവന് പുതിയ പാട്ട് പാടുവിൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ഈ വായിച്ച തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടികളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അടികളോട് ഏവരോടും കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നീ അവിടുന്ന് കൂടെയിരുന്ന് വരാമാവുന്ന എല്ലാ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ച് ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ തിരുസന്നിധിയിലായിരിക്കാൻ തന്ന വൻ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നേശുപ്പ. ദൈവമേ, ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കുമാറാകണമേ. ഈ ശബത്ത് സ്കൂൾ ശുശ്രൂഷയിലും തുടർന്നുള്ള ആരാധനാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന എല്ലാ മക്കളിലും നിൻ്റെ കൃപ അവിടുന്ന് ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയൻ ചോദിച്ചത് ചുരുക്കമെങ്കിലും അധികമായ നന്മകളെ കൊണ്ട് അവിടുന്ന് നിറയ്ക്കുമാറാകണം. മാനവമഹത്വം അവിടുന്ന് എടുക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലവാചകം കാവലുള്ള യാത്ര എന്നതാണ്. ഇത് നമ്മളെ എഴുതി അറിയിക്കുന്നത് ജോഡി ഒപ്പിറ്റ്സ്. ഈ ജോഡി ഒപ്പിറ്റ്സ് ഹാൾബ്രൂക്കിൽ രജിസ്ട്രാറായും ഭരണകാര്യ സഹായിയായും പ്രവർത്തിക്കുന്നു. ഡെറിക്കാകട്ടെ മെയിൻ്റനൻസ് സഹായിയായിട്ട് പ്രവർത്തിക്കുന്നു. ജോഡി ഒപ്പിറ്റ്സും ഭർത്താവ് ഡെറിക്കും കൂടെ ഹാൾബ്രൂക്ക് സ്കൂളിൽ നിന്നും അരിഡോണയുടെ തലസ്ഥാനമായ ഫിനിക്സിലേക്ക് ഒരു 3 മണിക്കൂർ ജീപ്പ് യാത്രയിലായിരുന്നു. ജോഡി ഒപ്പിറ്റ്സാണ് ജീപ്പ് ഓടിക്കുന്നത്. ഡെറിക്ക് സീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു. ഇവർ ഫിനിക്സിലേക്ക് ഒരു ശബദ മധ്യാഹ്ന പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അവർ പോകുന്ന വഴിയിൽ അവരുടെ അമ്മയെയും ഒപ്പം കൂട്ടണമായിരുന്നു. അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാത്രയ്ക്കിടെ മഴ പെയ്തുകൊണ്ടിരുന്നു. അതുപോലെ നനഞ്ഞ റോഡാണ്. അനേകം മലയിടുക്കുകളിലൂടെ ഇവരിങ്ങനെ കടന്നു പോവുകയാണ്. കൊടും വളവുകളുണ്ട്. അപ്പം ഈ ജോഡി ഒപ്പിറ്റ്സ് അതിലൂടെയൊക്കെ ഇങ്ങനെ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അവർ എത്തേണ്ടുന്ന ആ സ്ഥലത്തിൻ്റെ പകുതി യാത്രയായപ്പോൾ അവരുടെ വാഹനം നിയന്ത്രണം വിടാൻ തുടങ്ങി. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഈ ജീപ്പ് 180 ഡിഗ്രി തിരിഞ്ഞ് വഴിക്കരികിലുള്ള ഒരു മൺകൂനയിലേക്ക് ഇടിച്ചു കയറി. പിന്നീട് ഈ ഡെറിക്കിൻ്റെ വശത്തേക്ക് ഈ വാഹനം ചരിഞ്ഞ് താഴെ ഒരു പ്രധാന വീതിയിലൂടെ തെന്നി നീങ്ങി ഏകദേശം ഈ ആഘാതമുണ്ടായ സ്ഥലത്ത് നിന്ന് 75 വാര അകലെ പോയി നേരെ ഈ വാഹനം നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ രണ്ടുപേരും സ്തബ്ധരായിരുന്നു പോയി. പിന്നീട് ഈ ഡെറിക്ക് ഡോറ് തുറന്നിറങ്ങുവാൻ നോക്കിയപ്പോൾ അവർക്കത് സാധിക്കുന്നില്ല. അവരതിലിരുന്നപ്പോൾ തന്നെ ഒരു സ്ത്രീ ഓടി അവർ വന്ന വാഹനം നിർത്തി ഇവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ അപകടം നടക്കുന്ന സമയം മുതലേ ഞാൻ ദൂരെ എൻ്റെ വാഹനത്തിലിരുന്നു കൊണ്ട് ഞാനിത് കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ വന്ന് ഈ ഡോറ് തുറന്നു കൊടുത്തു. അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പ്രധാന വീതിയിലായതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ ചുറ്റും വന്നു കൂടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരാരെയും വിളിച്ചില്ല. പക്ഷേ ആ വന്നുകൂടിയിൽ ഒരാൾ ചോദിച്ചു, അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഈ വാഹനം കൊണ്ടുപോകുന്നതിന് നമുക്ക് ട്രക്കിനെ വിളിക്കേണ്ടതായ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ അവരാരേലും വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആരും വിളിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് ആ അപകടമുണ്ടായ സ്ഥലത്ത് വെച്ച് ഈ അപകട സ്ഥലങ്ങളിൽ നിന്നും വണ്ടികൾ വലിച്ചു പോകുന്ന ഒരു കമ്പനി ഉടമ ആ സമയം അദ്ദേഹം ഈ ട്രക്കിനകത്ത് ദന്ത ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം മടങ്ങി വരികയായിരുന്നു. അപ്പം അദ്ദേഹം ഇവരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചിട്ട് പിന്നീട് അവർ ആ ട്രക്ക് ഉടമ അവരെ സഹായിക്കുന്നതിനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഒരു പ്രധാന വീതിയാണ്, ഒരു വളവിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പം ദൂരെ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പം അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവരങ്ങനെ നോക്കുമ്പോൾ തന്നെ എവിടെ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആ സമയത്ത് തന്നെ അവിടെ കടന്നു വരുന്നതിന് ഇടയായിത്തീർന്നു. അപ്പം ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പിന്നീടാണ് അവർ മനസ്സിലാക്കിയത്. കാരണം ഒരു വാഹനം വിളിക്കാതെ തന്നെ അവരുടെ അപകടം നടന്ന സ്ഥലത്ത് ഒരു ട്രക്കുമായിട്ട് ആൾ വരുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. അപ്പം എല്ലാ വിധത്തിലും അവർക്കൊരു സഹായം ലഭിച്ചതായിട്ട് അവർ മനസ്സിലാക്കി. പിന്നീട് ഈ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ജീപ്പ് ട്രക്കിൽ കയറ്റുകയും അവരിങ്ങനെ പോകാൻ തയ്യാറാകുകയും ചെയ്തു. അപ്പോൾ അവർ പോകുമ്പോൾ തന്നെ അതിൻ്റെ കേടുപാടുകളൊക്കെ നോക്കി. അപ്പം 2 വീലും അതിൻ്റെ മേൽക്കൂരയും കുറച്ച് ഭാഗം മാത്രമേ ആ വാഹനത്തിനുള്ളൂ. ബാക്കിയെല്ലാം പൂർണ്ണമായി തകർന്നതായിട്ട് അവർക്ക് കാണുവാൻ സാധിച്ചു. തന്നെയുമല്ല, ഈ അപകടം സംഭവിച്ചതിൻ്റെ അപ്പുറമായിട്ട് ഒരു വലിയ അഗാധ ഗർത്തമുണ്ടായിരുന്നു. ഒരു 100 അടി താഴ്ചയുണ്ട് അതിന്. അവിടേക്കൊന്നും പോകാതെ ഈ മൺകൂനയിൽ ഇടിച്ച ഈ വാഹനം വീണ്ടും തിരിഞ്ഞു മാറി പ്രധാന റോഡിൽ വന്ന് നിന്നത് അവർക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അവർക്ക് ചെറിയൊരു പേശിവേദനയും ചെറിയ ചെറിയ പരിക്കുകളും മാത്രമേ സംഭവിച്ചുള്ളൂ. അപ്പം അവർ തന്നെ സ്വയം ഇങ്ങനെ ഈ അത്ഭുതം നടന്നതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ ഈ വാഹനത്തിലിരുന്നു കൊണ്ട് സ്വയം ചോദിക്കുകയാണ്, ഞങ്ങൾ മറ്റൊന്നുമായി ഇടിക്കാതിരിക്കാൻ എങ്ങനെ ഇത് സാധ്യമായി? നമ്മുടെ വാഹനം തകിടം മറിഞ്ഞത് എങ്ങനെ നേരെ വന്ന് നിന്നു? ഞങ്ങൾ എന്തുകൊണ്ട് ഈ സുരക്ഷാ വേലിയിൽ ഇടിച്ച് 100 അടി താഴ്ചയിലേക്ക് പോകാമായിരുന്നിട്ടും പോയില്ല? അപ്പം സാധ്യമായിട്ട് അവർ ഒരേ ഒരു ഉത്തരം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് നമ്മുടെ ദൈവമാണ്. അപ്പം നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇതൊക്കെയും ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ യാത്രയിൽ 3 കുടുംബങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. അപകടം നടന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഹാൾബ്രൂക്കിലെ സുഹൃത്തുക്കൾ വന്ന് അവരെ കൊണ്ടുപോയി അവരുടെ ഭവനത്തിലാക്കി. സങ്കീർത്തനത്തിൽ 94:22 പറയുന്നുണ്ട്, എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലവുമായ എൻ്റെ ദൈവമാകുന്നു. അപ്പം നിരവധി തവണ ദൈവം അവരെ കാത്തു സൂക്ഷിച്ചത് അവരിങ്ങനെ ഓർക്കുന്നു. ആ ദൈവത്തിൻ്റെ കാവലിന് ഈ കുടുംബം, അതായത് ജോഡി ഒപ്പിറ്റ്സും അവരുടെ ഭർത്താവ് ഡെറിക്കും ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു. തുടർന്നും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവവേലയുടെ വ്യാപ്തിക്കായി കൂടുതലായി കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മിഷൻ റിപ്പോർട്ട് നിർത്തുന്നു. ആമേൻ. വചനം നമ്മെ കൃപയേകിടും, തെന്നൽ പോൽ തഴുകി ഉള്ളിൽ കര കഴുകി രൂപാന്തരം നൽകുന്നു മനുജനു പുതുജനനം രക്ഷയേകും വചനം. നിൻ തിരുവചനം നമ്മെ കൃപയേകിടും, തെന്നൽ പോൽ തഴുകി കഴുകി രൂപാന്തരം നൽകുന്നു മനുജനു പുതുജനനം രക്ഷയേകും വചനം. പ്രകാശമാക്കും വചനം പ്രത്യാശയാലുള്ള നിറച്ചിടും, പാദപ്രകാശമാക്കും വചനം പ്രത്യാശയാലുള്ള നിറച്ചിടും, ജീവൻ
പകരും വചനം, നിർമ്മലമാമീ വചനം, ജീവൻ പകരും വചനം, നിർമ്മലമാമീ വചനം, അനുദിനം കുളിർപ്പേകിടുന്ന സാന്ത്വന വചനം, നിൻ തിരുവചനം നമ്മെ കൃപയേകിടും. തെന്നൽ പോൽ തഴുകി ഉള്ളിൽ കര കഴുകി രൂപാന്തരം നൽകുന്നു മനുജന പുതുജനനം, രക്ഷയേകും വചനം. സ്വർഗീയ സാന്നിധ്യമാം വചനം, ദേഹി ദേഹാദികൾ ഔഷധവും. സ്വർഗീയ സാന്നിധ്യമാം വചനം, ദേഹി ദേഹാദികൾ ഔഷധവും. പാപം പോക്കും വചനം, സൗഖ്യം നൽകും വചനം, പാപം പോക്കും വചനം, സൗഖ്യം നൽകും വചനം, അനുദിനം മനസ്സിൽ വളർന്നു ഫലം തരും വചനം, നിൻ തിരുവചനം നമ്മിൽ കൃപയേകിടും. തെന്നൽ പോൽ തഴുകി ഉള്ളിൽ കര കഴുകി രൂപാന്തരം നൽകുന്നു മനുജനു പുതുജനനം, രക്ഷയേകും വചനം, നിൻ തിരുവചനം നമ്മിൽ കൃപയേകിടും. തെന്നൽ പോൽ തഴുകി ഉള്ളിൽ കര കഴുകി രൂപാന്തരം നൽകുന്നു മനുജനു പുതുജനനം, രക്ഷയേകും വചനം. ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി സാബത്ത് ടു ഓൾ. ഇന്നത്തെ ഫീച്ചർ ടോക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വസ്തുവിനെ പറ്റിയുള്ള വിവരണമാണ്. അത് ഞാനൊരു ഉപമ എന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വസ്തു നാം എല്ലാം ഉപയോഗിച്ചിട്ടുള്ളതും കൊച്ചുകുട്ടികൾ മുതൽ, നമ്മൾ ചെറുപ്പത്തിൽ മുതൽ നമ്മുടെ പഠനത്തിൽ ഒരു ഭാഗമായിരുന്ന ഒരു വസ്തുവാണ്. അത് മറ്റൊന്നുമല്ല, പെൻസിലാണ്. അപ്പോൾ ഈ ഉപമ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പെൻസിൽ നിർമ്മിതാവായ ഒരു വ്യക്തി അദ്ദേഹം ഉണ്ടാക്കിയ പെൻസിലുകൾ പാക്ക് ചെയ്ത് ബോക്സിലാക്കുന്നതിന് മുമ്പായി ഒരു പെൻസിൽ എടുത്തിട്ട് അതിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ്. ഈ ലോകത്തിലേക്ക് നിന്നെ അയക്കുന്നതിന് മുമ്പേ, പാക്ക് ചെയ്ത് ഈ ലോകത്തിലേക്ക് നിന്നെ അയക്കുന്നതിന് മുമ്പായിട്ട് നീ അറിഞ്ഞിരിക്കേണ്ടതായ, എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ, ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതായ 5 കാര്യങ്ങൾ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്നിട്ട് ആ നിർമ്മിതാവ് ആ പെൻസിലിനോട് 5 കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു. The first thing is that you will be able to do many great things, but only if you allow yourself to be held in someone else's hand. നിനക്ക് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നീ എപ്പോഴെങ്കിലും നിന്നെ തന്നെ ഒരു വ്യക്തിയുടെ കരങ്ങളിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. The second thing is that you will experience a painful sharpening from time to time, but you will need it to become a better pencil. നിനക്ക് ഓരോ സമയം കൂടുന്തോറും മൂർച്ച കൂട്ടുന്നതായ അവസ്ഥ വരും. വളരെ വേദനയേറിയ സിറ്റുവേഷൻ ആണെങ്കിലും അവസ്ഥയാണെങ്കിലും നിന്നെ ഒരു ബെറ്റർ പെൻസിൽ, നല്ലൊരു മറ്റ് പെൻസിലിനേക്കാൾ ഒരു ഉയർന്ന രീതിയിലേക്ക്, മൂർച്ചയേറിയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിന്നെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. മൂന്നാമതായി പറഞ്ഞത്, യു വിൽ ബി ഏബിൾ ടു കറക്റ്റ് എനി മിസ്റ്റേക്ക് യു മൈറ്റ് മേക്ക്. നീ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായ തെറ്റുകൾ അത് നിനക്ക് തന്നെ കറക്റ്റ് ചെയ്യുവാൻ, തിരുത്തുവാൻ സാധിക്കുന്നതാണ്. The fourth thing is that the most important part of you will always be what's inside. നിനക്ക് ഉള്ളിലുള്ള എന്തോ
അതാണ് നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗം എന്നത്. And the last thing is that on every surface you are used on, you must leave your mark. No matter what the condition, you must continue to write. ഏത് പ്രതലത്തിലാണെങ്കിലും ഏത് സർഫസിലാണെങ്കിലും നിന്നെ ഉപയോഗിക്കുന്ന ഏത് പ്രതലത്തിലാണെങ്കിലും നീ അവിടെ നിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നീ തുടർന്നും എഴുതി പോകുവാൻ ശ്രമിക്കണം, തുടർന്നും എഴുതി പോകുവാൻ ശീലിക്കേണ്ടതുമാണ്. ഈ 5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പെൻസിൽ അതെല്ലാം കേട്ടു, ഓർത്തു, അത് മറക്കുകയില്ല, എപ്പോഴും ഓർത്തു കൊള്ളാം എന്ന വാഗ്ദത്തം ആ ക്രിയേറ്ററിനോട് അല്ലെങ്കിൽ ആ ഒരു നിർമ്മിതാവിനോട് പറയുകയുണ്ടായി. എന്നിട്ട് ഹൃദയത്തിൽ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യും എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ആ ഒരു പാക്കറ്റിനകത്തേക്ക്, ആ ഒരു പാക്ക് ചെയ്തായ ബോക്സിനകത്തേക്ക് ആ പെൻസിൽ കടക്കുവാൻ ഇടയായി. ഇപ്പോൾ ആ പെൻസിലിൻ്റെ സ്ഥാനത്ത് നമ്മളെ എല്ലാവരെയും അവിടെ വെക്കുക. നമ്മളെല്ലാമാണ് ആ ഒരു സ്ഥാനത്തെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്ററായ ദൈവം നമ്മളോട് പറയാനുള്ള 5 കാര്യങ്ങൾ ആ പെൻസിലിൻ്റെ ക്രിയേറ്ററായ ആ വ്യക്തി ആ പെൻസിലിനോട് പറഞ്ഞതുപോലെ നമ്മളോട് ആ 5 കാര്യങ്ങൾ പറയുമായിരുന്നെങ്കിൽ അത് എപ്രകാരമായിരിക്കും? നമുക്കൊന്ന് അത് റിലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ കാര്യം, യു വിൽ ബി ഏബിൾ ടു ഡു മെനി ഗ്രേറ്റ് തിങ്സ് ബട്ട് ഓൺലി ഇഫ് യു അലോ യുവർ സെൽഫ് ടു ബി ഹെൽഡ് ഇൻ ഗോഡ്സ് ഹാൻഡ്. അതെ, നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത്, യു വിൽ എക്സ്പീരിയൻസ് എ പെയിൻഫുൾ ഷാർപ്പനിങ് ഫ്രം ടൈം ടു ടൈം ബൈ ഗോയിങ് ത്രൂ വേരിയസ് പ്രോബ്ലംസ് ഇൻ ലൈഫ് ബട്ട് യു വിൽ നീഡ് ഇറ്റ് ടു ബിക്കം എ സ്ട്രോങ്ങർ പേഴ്സൺ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നത് പോലത്തെ ഈ ഒരു മഹാമാരി, ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ അല്ലേ, ഒരു ശക്തമേറിയ മനസ്സുള്ള ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ, ഏത് സിറ്റുവേഷനിലും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായി തീർക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് തരുന്നത്. 3, യു വിൽ ബി ഏബിൾ ടു കറക്റ്റ് എനി മിസ്റ്റേക്ക് ദാറ്റ് യു മൈറ്റ് മേക്ക്. നമ്മൾ ചെയ്യുന്നതായ ചെറുതും വലുതുമായ എല്ലാ മിസ്റ്റേക്കുകളും, എല്ലാ തെറ്റുകളും നമുക്ക് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് എപ്പോഴും ഉണ്ട്. 4th one, the most important part of you will always be what's on the inside. അതെ, നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് നമുക്കുള്ളതായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ലാസ്റ്റ് തിങ്, ഓൺ എവറി സർഫസ് യു വാക്ക് ത്രൂ യു മസ്റ്റ് ലീവ് യുവർ മാർക്ക്. നോ മാറ്റർ വാട്ട് ദ സിറ്റുവേഷൻ യു മസ്റ്റ് കണ്ടിന്യൂ ടു ഡു യുവർ ഡ്യൂട്ടീസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും, നമ്മൾ ജോലി ചെയ്യുന്ന ഏത് മേഖലയിലാണെങ്കിലും, നമ്മൾ പഠിക്കുന്നതായ എന്ത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ പാദമുദ്ര അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിമുദ്ര അതിൽ പതിപ്പിക്കുക എന്നത് വളരെ പ്രധാനമേറിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഏതൊരു പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മറികടന്ന് ജീവിതത്തിൽ മുന്നോട്ട് ഓടുവാൻ നമ്മൾ എപ്പോഴും ദൃഢനിഷ്ഠയുള്ളവർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപമയിലൂടെ ഓരോരുത്തരും എത്രമാത്രം ഏറിയതാണ്, ദൈവത്തിന് മുമ്പിൽ നമുക്ക് എന്തോരം വിശേഷത ഉള്ളവരാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തൻ്റെ സൃഷ്ടികളിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ക്രിയേഷൻസ്, ആ ക്രിയേഷൻസിൽ ഏറ്റവും വിശേഷതയുള്ള നമ്മൾ എപ്രകാരമാണ് ദൈവം നമ്മളെ കരുതിയിരിക്കുന്നതെന്ന് മത്തായി 10:20 പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അതുകൊണ്ട് സ്വയം നിരുത്സാഹപ്പെടുവാനും നിങ്ങൾ വിശേഷതയില്ലാത്തവരാണെന്നും ഒരു മാറ്റവും നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടാൻ കഴിയാത്തവരാണെന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഈ ഒരു പെൻസിലിലൂടെയുള്ള ഉപമയും അതുപോലെ തന്നെ മറ്റുള്ള ഉപമയും നമ്മളെ കാണിച്ചു തരുന്നത് നമുക്ക് എന്തൊക്കെ ഈ ലോകത്തിൽ സാധിക്കാനാവും. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണെങ്കിലും ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് നമുക്ക് ജീവിച്ചു പോകാനാകും എന്ന് നമുക്ക്
കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാരബിൾസ് എല്ലാം, ഈ ഉപമയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി ഓർത്തു കൊള്ളുവാനും മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ശക്തമായി മുന്നേറിപ്പോവാനും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ശാബ സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിൽ 1297 പാട്ട് പാടാം. കർത്താവേ ദേവന്മാരിൽ. കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ അങ്ങയ്ക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യാഗമായി തീർന്നവനേ, യാഗമായി തീർന്നവനേ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനേ, ഉയർത്തെഴുന്നേറ്റവനേ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ. സബ് സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായിട്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കരുണാസമ്പന്നനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് തിരുവാടത്തിലായിരിക്കാൻ തക്കൊണ്ട് നൽകിയ കൃപയ്ക്ക് എന്നുള്ള സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. ദൈവമേ, ഇന്നത്തെ അടിയങ്ങളുടെ ശുശ്രൂഷകളെ എല്ലാം അങ്ങ് അനുഗ്രഹിച്ചതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ ദൈവമക്കളെ അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശാബ് സ്കൂൾ പാഠത്തിലും അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൂടി ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഈ ശുശ്രൂഷയിലായിരിക്കുന്നവരും ദൈവമേ ഈ പ്രോഗ്രാം കാണുന്നവരുമായ എല്ലാവരെയും വീണ്ടും ഒരു പ്രാവശ്യം ഞങ്ങളുടെ സന്നിധിയിലേക്ക് താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. മാനവമഹത്വം എടുക്കുമാറാണമെന്ന് അടിയങ്കായി ജീവൻ വച്ച ക്രിസ്തുവിന്റെ നാമത്തിൽ തമ്മിടെ അപേക്ഷിക്കുന്നവരുടെ കേൾക്കുമാറാണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും
ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിൽ മതിയായ സന്തോഷമുണ്ട്. പഠനത്തിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്വാർട്ടർ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ക്രിസ്തുവിൽ സ്വസ്ഥത എന്ന തലക്കെട്ടോടു കൂടിയ പാഠമാണ്, റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. അതിൽ നമ്മൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു, സമൂഹത്തിലെ ജീവിതം എന്ന പാഠം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞു. ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് അസ്വസ്ഥരായ മത്സരികൾ, റെസ്റ്റ്ലെസ് ആൻഡ് റെബലിയസ് എന്നതായ തലക്കെട്ടോടു കൂടിയ പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൻ്റെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത് 1 കൊരിന്ത്യർ 10 അധ്യായം അതിൻ്റെ 11 വാക്യമാണ്. 1 കൊരിന്ത്യർ 10 അധ്യായം 11 വാക്യം. അതിങ്ങനെയാണ്: ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയങ്ങൾ തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ പാഠഭാഗത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ പാഠഭാഗത്തിലൂടെ അടിയങ്ങൾ എന്താണോ മനസ്സിലാക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അടിയങ്ങളത് ഗ്രഹിച്ച് അടിയങ്ങളുടെ ജീവിതത്തിൽ അതും പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണം. ആവശ്യമായ പരിജ്ഞാനം നിങ്ങളെ സഹായിക്കണം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. നമ്മൾ വായിച്ച വേദഭാഗം 1 കൊരിന്ത്യർ 10 അധ്യായം 11 വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗമാണ്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ 10 അധ്യായം നമ്മൾ പരിശോധിക്കാമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ 10-11 വാക്യങ്ങൾ പറയുന്നത്, അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കേമരുത്. എന്നിട്ടാണ് പറയുന്നത്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. അപ്പോൾ അവർ പിറുപിറുത്തു അല്ലെങ്കിൽ മത്സരിച്ചു. അവരൊക്കെ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് കുടിച്ചു, സ്നാനമേറ്റു, ഒരേ ആത്മീക ആഹാരം ഭക്ഷിച്ചെങ്കിലും അവരുടെ മനസ്സ് ദൈവത്തോട് ചേർന്നിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതായ കനാൻ ദേശത്തിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്നതിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്നവരിൽ 2 പേരൊഴികെ എല്ലാവരും നശിച്ചു പോയി. പക്ഷേ ആ സമയത്ത് അന്നുണ്ടായിരുന്ന കൊച്ചുകുട്ടികൾ, പിന്നീട് ജനിച്ചവരൊക്കെ വളർന്ന് മുതിർന്നവരായപ്പോൾ അപ്പോൾ അനേകം ആളുകൾ അവിടെ വീണ്ടുമുണ്ട്. അവർക്ക് ദൃഷ്ടാന്തമായി ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അവർക്കതൊരു ന്യായവിധി പോലെ ആയിരുന്നു. നമുക്കോ, ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. നമുക്ക് അത് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ, അവരിൽ അനേകർ എന്ത് ചെയ്തില്ല, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്തുകൊണ്ടാണ്? അവരുടെ മത്സര ബുദ്ധി കൊണ്ട്, അവരുടെ പിറുപിറുപ്പ് കൊണ്ട്, അവർ ഹൃദയം കൊണ്ട് ദൈവത്തെ അംഗീകരിക്കാതിരുന്നത് കൊണ്ടോ, അവരെ പൂർണ്ണമായി അവരുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കാതിരുന്നത് കൊണ്ടോ അവർക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇന്ന് നമുക്കും ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളും സ്നാനമേറ്റവരായിരിക്കാം, സത്യം സ്വീകരിച്ചവരായിരിക്കാം, ദൈവാലയത്തിൽ സ്ഥിരം പോകുന്നവരായിരിക്കാം, ദൈവാലയ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുന്നവരായിരിക്കാം, ദശാംശം കൊണ്ടും വഴിപാടുകൾ കൊണ്ടും നമ്മൾ സഭയെ പരിപോഷിക്കുന്നവരായിരിക്കാം.
എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നാലും നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും മത്സരത്തിൻ്റെ സ്വഭാവം കടന്നു വരുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പിറുപിറുപ്പിൻ്റെ, നിരാശയുടെ ഒക്കെ അനുഭവം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ മുമ്പാകെയും ന്യായവിധി വരുമ്പോൾ നമ്മളും ഒരുപക്ഷെ ആ വാഗ്ദത്ത കനാൻ ദേശത്ത്, സ്വർഗീയ കനാനിൽ പ്രവേശിക്കാതെ കടന്നുപോയേക്കാം. അത് സംഭവിക്കാതിരിക്കാനാണ് ഈ വാക്യം നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ മനപ്പാഠ വാക്യത്തിലൂടെ നൽകിയിരിക്കുന്നതായ ബുദ്ധി ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ പാഠം നമുക്ക് തുടരാം. ഈ പാഠത്തിൽ പ്രത്യേകിച്ച് അനവധി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ മുഖവരയായി ചില ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നത്, ഈ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മൃഗങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളതായ ഒരു അതിൻ്റെ അവസ്ഥയെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സിലായിട്ട് മൃഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഏതാണ്ട് അത് ശാസ്ത്രജ്ഞന്മാരും പിന്നീട് അത് ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. 2011 ഓഗസ്റ്റ് മാസം 23 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം വാഷിങ്ടൺ DC ഉണ്ടായപ്പോൾ അതിന് ചില മിനിറ്റുകൾ മുമ്പ് സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ദേശീയ മൃഗശാലയിലെ ചില മൃഗങ്ങൾ വിചിത്ര പെരുമാറ്റങ്ങൾ കാണിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ മഡഗാസ്കറിൽ നിന്നുള്ള ചില കുരങ്ങുകൾ, ലിമർ എന്ന് പറയുന്നതായ കുരങ്ങുകൾ, ഭൂമി കുലുങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റോളം ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിക്കുണ്ടാകുന്നതായ വ്യത്യാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന, മൃഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആ മുഖവര പറയുന്നത്. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഭൂമിയുടെ അസ്വസ്ഥതയിലുണ്ടാകുന്ന അസ്വസ്ഥതയെക്കുറിച്ചല്ല, മറിച്ച് പാപം മൂലം മാനവരാശിക്കുണ്ടായ അടിസ്ഥാനപരമായ അവസ്ഥയിൽ മൂലമുണ്ടായ അസ്വസ്ഥതയെക്കുറിച്ചാണ്. ആ അസാധാരണമായ അസ്വസ്ഥതയെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇസ്രായേൽ ജനം, അവരുടെ പരാതികൾ, അവർ മോശയോട് പരാതിപ്പെടുന്നു, മോശ ദൈവത്തോട് പരാതിപ്പെടുന്നു, ദൈവം അവർക്ക് അതിന് പരിഹാരം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഞായറാഴ്ചത്തെ തലക്കെട്ടെന്ന് പറയുന്നത് അസ്വസ്ഥരായവർ മരുഭൂമിയിൽ എന്നുള്ളതാണ്. റെസ്റ്റ്ലെസ് ഇൻ വിൽഡർനെസ്, അഥവാ റെഫ്യൂസിങ് ടു റെസ്റ്റ്. ഒരുപക്ഷെ സ്വസ്ഥത അനുഭവിക്കാൻ അവരാഗ്രഹിക്കാഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അവരത് സ്വയം റെഫ്യൂസ് ചെയ്തതുകൊണ്ട് അവർ അസ്വസ്ഥരായിപ്പോയി എന്നതാണ് ആ തലക്കെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കനാൻ്റെ യാത്രാമധ്യേ സീനായി വിട്ടതിന് ശേഷം, അതായത് അവർ മിസ്രൈം വിട്ടതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 2 കൊല്ലത്തോളമായി. ഇപ്പോൾ സീനായി വിട്ടതിന് ശേഷം അവർ വീണ്ടും 1 കൊല്ലത്തിലധികമായതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഏതാണ്ട് ഈ സമയം വെച്ച് നോക്കുമ്പോൾ പുറപ്പെട്ട സമയം മുതൽ ഇതിനോടകം അവർ വാഗ്ദത്ത നാട്ടിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ അത് എത്തിയില്ല. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ദൈവം അവരുടെ എണ്ണമെടുക്കുവാൻ പറഞ്ഞു. അവരുടെ എണ്ണമെടുത്തു, ക്രമീകരണം വരുത്തി. അവിശ്വസനീയമായ വിധം ദൈവ സാന്നിധ്യവും ദൈവകൃപയും അവർ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് സീനായിൽ നിന്ന് പുറപ്പെട്ട ശേഷം അടുത്ത പാളയമടിക്കുന്നതോടുകൂടി അവർ പിന്നീട് ദൈവത്തോട് പിറുപിറുക്കാനും കുറ്റം പറയുവാനും തുടങ്ങി. നോക്കണം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അവർ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത വിധം, ഒരുപക്ഷെ നമുക്കൊക്കെ കേൾക്കുമ്പോൾ അത് അവിശ്വസനീയമായി തോന്നും വിധത്തിലുള്ളതായ ദൈവിക കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചിട്ട് പോലും അടുത്ത പാളയം ഇറങ്ങുന്ന സമയമായപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കാമെങ്കിൽ അവിടെ പറയുന്നത്, അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നും വിധം പിറുപിറുത്തു. യഹോവ കേട്ട് അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി, പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബോര എന്ന് പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. നോക്കണം,
മരുഭൂമിയിൽ അവർക്ക് യാതൊരു വിധമായ അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള ആർക്കും ഭക്ഷണത്തിന് ഒരു വകയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം അവർക്കവിടെ സ്വർഗീയമായ മന്ന കൊണ്ടവരെ പരിപോഷിപ്പിച്ചിട്ടും അവർ അതുകൊണ്ട് തൃപ്തരാകാതെ ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തോട് പിറുപിറുക്കുകയും മാത്രമല്ല അവർ മിസ്രൈമിൽ വെച്ചുണ്ടായിരുന്നതായ, നോക്കണം, മിസ്രൈമിലെ കഷ്ടപ്പാടൊക്കെ ഇപ്പോൾ അവർ മറക്കുകയാണ്. മിസ്രൈമിൽ വെച്ച് അവർ കഷ്ടപ്പെട്ട കഷ്ടതകളും കഷ്ടപ്പാടുകളും ഒക്കെ തൽക്കാലം അവർ മറന്നിട്ട് അന്ന് അവർ അവിടെ കഴിച്ചതായ ഇറച്ചിയെക്കുറിച്ചും വെള്ളരിക്കയെക്കുറിച്ചും മത്തങ്ങയെക്കുറിച്ചുമൊക്കെ ഉള്ളതായ കാര്യങ്ങൾ അവർക്ക് ഓർമ്മ വരികയും ഇപ്പോൾ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്നുള്ളതായ പരാതി അവർ മോശയോട് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ മോശയോട് പരാതി പറയുന്നു. മോശ ദൈവത്തോട് പരാതി പറയുന്നു. 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചത് എന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വെച്ചത് എന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിക്കാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവരിതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെ വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അത് എനിക്ക് അമിതഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദേ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. നോക്കണം, അസ്വസ്ഥരാകുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയൊക്കെയാണ് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഇസ്രായേൽ മക്കൾ അവരുടെ ഹൃദയത്തിൽ തൃപ്തിയില്ലായ്മ കൊണ്ട്, എന്തിനോടൊക്കെയുള്ളതായ അസ്വസ്ഥത അവരുടെ ഹൃദയത്തിൽ രൂപം കൊണ്ടതുകൊണ്ട് അവർ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ മിസ്രൈമിലായിരുന്ന കഷ്ടതകളെയൊക്കെ അവരങ്ങ് മറന്നിട്ട് അവിടെ കഴിച്ചതായ ആഹാരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്ന അനുഭവം. മോശയ്ക്കും ഇവരുടെ ഈ പരാതികളും പിറുപിറുപ്പുകളും കണ്ടപ്പോൾ മോശയും അസ്വസ്ഥനായിട്ട് മോശ ദൈവത്തോട് പരാതിപ്പെടുകയാണ്. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം വഹിക്കും? ഞാനിവരെ പ്രസവിച്ചതാണോ? ഒരു അമ്മയെപ്പോലെ, ഒരു ധാത്രിയെപ്പോലെ എനിക്കിവരെ ചുമക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് മോശയ്ക്ക് ഇപ്പോൾ ആഗ്രഹം എന്താണ്? മരിച്ചാൽ മതി, ചത്താൽ മതി എന്നൊരാഗ്രഹം ആണ് മോശ പറയുന്നത്. അങ്ങനെ ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. നോക്കണം, അസ്വസ്ഥത, അസംതൃപ്തി ഹൃദയത്തിൽ വരുമ്പോൾ നമ്മളൊരു പക്ഷേ പലവിധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പലവിധമായ മനോഭാവം പ്രകടമാക്കിയേക്കാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ മോശ പറയുന്നത്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പും മോശയുടെ പരാതിക്കും ദൈവം നൽകുന്ന പരിഹാരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതേ അധ്യായം 16-ാം അധ്യായം മുതൽ 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. നോക്കണം, ദൈവം മോശയുടെ പരാതിക്കും പരിഹാരം കൊടുക്കുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ പരാതിക്കും പരിഹാരം അവിടെ നൽകുകയാണ്. മോശയോട് പറഞ്ഞു, നീ അങ്ങനെ ഇനി ഒറ്റയ്ക്ക് വഹിക്കണ്ട, ഞാൻ 70 പേരെ നിയമിച്ച് അവർക്ക് കൂടെ നിൻ്റെ മേലുള്ള ആത്മാവിനെ അവരുടെ മേലും കുറേശ്ശെ കൊടുത്തിട്ട് അവർ നിനക്ക് സഹായികളായി, അല്ലെങ്കിൽ അവർ കൂടി ഭാരം വഹിക്കുന്നതായ ഒരു ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കുന്നതോടുകൂടി നിൻ്റെ ഭാരം കുറയും. മോശയുടെ പരാതിക്ക് ദൈവം അവിടെ പരിഹാരം കാണുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ മക്കളുടെ പരാതിക്കും അവിടെ പരിഹാരം കാണുകയാണ്. അവരോട് എന്താ പറഞ്ഞത്? മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവനും തന്നെ അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് എന്തിന് പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ മോശ എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. 1 മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം മാടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചുകൂട്ടുമോ എന്ന് ചോദിച്ചു. നോക്കണം പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ.
ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ അസംതൃപ്തനായാൽ ദൈവം ഒരുപക്ഷെ ആ നമ്മുടെ അസംതൃപ്തിയെയും ശ്രദ്ധിച്ചേക്കാം. ദൈവത്തോടുള്ളതായ നമ്മുടെ അസംതൃപ്തി മൂലമുള്ള പരാതിക്കും ദൈവം ഒരുപക്ഷെ പരിഹാരം നൽകിയേക്കാം. പക്ഷേ അത് നമുക്ക് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്കായിട്ടാണ് വരുന്നത് എന്ന് നമ്മൾ ഈ സമയം ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവരുടെ ജനത്തിൻ്റെ പരാതി അല്ലെങ്കിൽ അവരുടെ ആവശ്യം ദൈവം പരിഗണിക്കുന്നു. അവർക്ക് ഇറച്ചി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസം മുഴുവൻ. പക്ഷേ അതുമൂലം എന്തുണ്ടായി? അത് അവരെ തിന്ന് മതിയാകുവോളം, അവരുടെ മൂക്കിക്കൂടെ ഇറങ്ങുവോളം ദൈവം അവർക്ക് കൊടുക്കുമെന്ന് കൽപ്പിച്ചു. പക്ഷേ എന്താണ് അതിന് ശേഷം ഉണ്ടായതെന്ന് നമുക്കറിയാം. മോശയുടെയും പരാതിക്ക് ദൈവം അവിടെ മറുപടി നൽകുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേല്യർ ഇപ്പോൾ ദൈവത്തോട് മത്സരിക്കുന്നത് ഇറച്ചി കൊണ്ടാണോ, ഇറച്ചിയുടെ പ്രശ്നമാണോ? മിക്കവാറും ആയിരിക്കത്തില്ല. പലപ്പോഴും നമ്മളും ചില കാര്യങ്ങൾക്ക് മുമ്പാകെ പൊട്ടിത്തെറിക്കും. ആ ഒരു കാര്യം കൊണ്ടായിരിക്കത്തില്ല നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. അതിനു മുമ്പ് പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിദ്വേഷവും പകയും അസംതൃപ്തിയും നിറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു അവസരം വന്നു കിട്ടി, നമ്മൾ അതിനോടങ്ങ് പൊട്ടിത്തെറിച്ചു എന്നതുപോലെ ഇവരുടെ മനസ്സിലും വിവിധങ്ങളായ താല്പര്യങ്ങളോടുകൂടെ ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയത് കൊണ്ട്, അങ്ങനെ അസന്തുഷ്ടരായിരുന്നത് കൊണ്ട്, അവർക്ക് സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവത്തിലൂടെ അവർ കടന്നു പോയപ്പോൾ ഇറച്ചിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ മോശയോട് മത്സരിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മോശയോടല്ല, ദൈവത്തോടാണ് മത്സരിച്ചത്. നമുക്ക് കോപം ജ്വലിക്കുന്നത് പലപ്പോഴും നാം അസന്തുഷ്ടരും അടക്കമില്ലാത്തവരും കോപിഷ്ഠരുമായി തീരുമ്പോൾ എന്തിനെ ചൊല്ലിയാണ് നമുക്ക് കോപം ജ്വലിക്കുന്നത് എന്നത് വെറും ഒരു സ്ഫോടക വസ്തു മാത്രമാണ്. മത്സര കാരണം ഒരുപക്ഷെ നമ്മൾ കോപം ജ്വലിച്ച ആ കാരണമായിരിക്കത്തില്ല. അതിലൊക്കെ ആഴമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന അടിസ്ഥാന ബന്ധങ്ങളെ ഉലയ്ക്കുന്നതായ എന്തോ ഒന്നായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അത് വച്ചായിരിക്കും നമ്മൾ കോപം പ്രകടിപ്പിച്ചത്. ദൈവ നടത്തിപ്പിനെതിരെ ഇസ്രായേൽ മത്സരിച്ചു. ഇതിൽ നമ്മളും അതിയായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ തൽക്കാല സാഹചര്യവും സന്ദർഭവും പ്രശ്നമല്ല, ചിന്തിക്കുന്നതിനേക്കാളും വലുതായി നാം വേണ്ടാത്തതും ചെയ്തിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ എന്തിനെ ചൊല്ലിയാണ് നമ്മൾ അസന്തുഷ്ടരാവുന്നത്, അസംതൃപ്തരാവുന്നത് എന്ന് നാം നോക്കണം. ദൈവം എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നൊരു ദൈവമാണ്. എന്നാൽ നമ്മൾ ദൈവത്തോട് മത്സരിക്കാതെ നിന്നാൽ ദൈവം നിരന്തരമായി നമ്മളെ പരിപാലിക്കും എന്നത് ഇസ്രായേൽ മക്കളുടെ ഇതുവരെയുള്ള ജീവിതത്തെ അവർ കണ്ടതാണ്. എന്നിട്ടും അവർ മത്സരികളായി മാറി, അല്ലെങ്കിൽ അവർ മരുഭൂമിയിൽ വെച്ച് അസ്വസ്ഥരായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ സ്വസ്ഥത അനുഭവിക്കാൻ താല്പര്യം കാണിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അത് സാംക്രമികമാണ്. ഇറ്റ് ഈസ് കണ്ടേജിയസ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് രോഗം പോലെ പടരുന്നതാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തത് നിമിത്തം, മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. പക്ഷേ അവർ സംസാരിച്ചത് എന്താണ്? ശരിക്കും അവരുടെ വിഷയം, അവരുടെ പ്രശ്നം ഈ കൂശ്യ സ്ത്രീ ആയിരുന്നില്ല. അതവർ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടൊരു കാര്യമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്തായിരുന്നു? ഇവരായിരുന്നു, അഹരോനും മിരിയാമും മോശയോടൊപ്പം ഈ നേതൃത്വ നിരയിലുണ്ടായിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ദൈവം മോശയ്ക്ക് ആ നേതൃത്വത്തെ ഒന്ന് വിപുലീകരിച്ച് കൊടുക്കുകയാണ്. 70 പേരെ കൂടി ആ സ്ഥാനത്ത് കൊണ്ടുവരികയും അവരൊക്കെ പ്രവചിക്കുന്നതും ഇവർ കണ്ടു. അപ്പോൾ ഇവരുടെ ചോദ്യം എന്താണ്? യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളവോ? ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. എന്നിട്ട് യഹോവ അതിന് മറുപടി പറയുകയാണ്: മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവീനെന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിക്കൽ നിന്നു. അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്: എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും
സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എന്നാൽ എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ ആകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? നോക്കണം, ഇവിടെ ഇസ്രായേൽ മക്കൾ മോശയോട് അല്ലെങ്കിൽ മോശ വിവാഹം ചെയ്ത സ്ത്രീയെ ചൊല്ലി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് മോശ മുഖാന്തരം മാത്രമേ ദൈവം അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങളോടും സംസാരിച്ചിട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം അവരെ സമാഗമന കൂടാരത്തിലെങ്കിലും വിളിച്ചു. ദൈവം അവിടെ ഇറങ്ങി വന്നു. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ മോശയോട് ഇങ്ങനെ കോപിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങളുടെ ഇടയിൽ പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ അവനെ ദർശനത്തിൽ അരുളി ചെയ്യും. എന്നാൽ മോശ എല്ലാവരിലും സൗമ്യനായതുകൊണ്ട് ഞാൻ അവനെ നേരിട്ട് മുഖാമുഖമായി സംസാരിക്കുകയും അവൻ എന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് മോശയ്ക്ക് വിരോധമായി അവർ സംസാരിച്ചത് കൊണ്ട് യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചപ്പോൾ മിരിയാമിന് കുഷ്ഠരോഗം വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിള്ളയെപ്പോലെ ഇവളാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ദൈവത്തോട്, യഹോവയുടെ ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്തടച്ചിടണം, പിന്നത്തേതിൽ അവളെ ചേർത്ത് കൊള്ളാം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മിരിയാമിനെ 7 ദിവസം പാളയത്തിന് പുറത്ത് ആക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. നോക്കണം, ഇവിടെ ഇസ്രായേൽ മക്കളുടെ നേതൃത്വ സ്ഥാനത്തായിരുന്നതായ മോശയോടൊപ്പം നേതൃത്വ മുൻനിരയിലുണ്ടായിരുന്നതായ അഹരോനും മിരിയാമിനും ദൈവം 70 പേരെ കൂടി നേതൃനിരയിലോട്ട് കൊണ്ടുവന്നത് അവർ പ്രവചിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അഹരോനും മിരിയാമിനും അസ്വസ്ഥതയുണ്ടായി. അവരുടെ നേതൃത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു തോന്നൽ അവർക്കുണ്ടായത് കാരണം അവർ മോശയോട് കോപിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മോശയെ വിമർശിക്കാൻ തുടങ്ങി. ആ സമയത്ത് മിരിയാമിന് കുഷ്ഠരോഗം വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അഹരോന് കുഷ്ഠരോഗം വന്നതായിട്ട് കാണുന്നില്ല. അഹരോൻ ഇസ്രായേൽ മക്കളുടെ മഹാപുരോഹിതനായി അപ്പോൾ സേവ ചെയ്യുകയായിരുന്നു. കുഷ്ഠബോധം ഉണ്ടായിരുന്നെങ്കിൽ, കുഷ്ഠരോഗം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അത് അവനെ വല്ലാതെ ബാധിച്ചു. അവനും തെറ്റ് ചെയ്തു എന്ന് അവന് ബോധ്യമായതുകൊണ്ട്, അതാണ് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്, ഞങ്ങൾ ഫോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളോട് വെക്കരുത് എന്നുള്ളതായ പ്രാർത്ഥന അവന് കൂടി നടത്തുന്നു. അപ്പോൾ വിമർശനത്തിനും വിശ്രമരാഹിത്യത്തിനും 2 പേർക്കും വേണ്ടിയുള്ള മോശയുടെ മധ്യസ്ഥത പ്രാർത്ഥന നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവർ 2 പേരും ഇങ്ങനെ മോശയെ വിമർശിച്ച് മോശയെ കുറ്റം പറഞ്ഞിട്ടും മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം യഥാർത്ഥ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ്. ഈ മനോഭാവം ദൈവജനത്തിൽ ഉണ്ടായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം മിരിയാമിനെ വീണ്ടും സൗഖ്യമാക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ഇതേപോലുള്ള അനുഭവങ്ങളോ സംഭവങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം. നമുക്ക് നേതൃത്വത്തിലിരിക്കുന്നവരോട് അവരുടെ പ്രവർത്തനത്തോട് അസംതൃപ്തിയോ ഒക്കെ നമുക്കുണ്ടായേക്കാം. പക്ഷേ അന്നത്തെ പോലുള്ളതായ തിരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നിരിക്കാം നമ്മുടെ ചിന്താഗതി. എന്നാൽ ഇന്ന് തിരഞ്ഞെടുപ്പുകൾ ആ വിധത്തിലല്ലാത്തത് കൊണ്ട് നേതൃനിരയിൽ ഇരിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വത്തെ വേണ്ടുവണ്ണം പ്രവർത്തിക്കാതെ വരുമ്പോൾ യഥാർത്ഥമായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ ആഗ്രഹമുണ്ടതുകൊണ്ട്, തീക്ഷ്ണമായ ആ ആവശ്യം അത് നിറവേറാതെ, അല്ലെങ്കിൽ സഭയുടെ അവസ്ഥയെ കണ്ടുകൊണ്ട് സഭ താണു പോകുന്നതായ മറ്റുള്ളവരുടെ മുമ്പാകെ നേതൃത്വം അവരുടെ സഭ കൊടുത്തിരിക്കുന്നതായ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വിമർശിക്കുവാനും
കുറ്റം പറയാനും ഒക്കെ തോന്നിപ്പോയേക്കാം. എന്നാൽ ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ വിമർശിക്കുന്നതിനും കുറ്റം ആരോപിക്കുന്നതിനും നല്ലത് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവരെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ അത് നേതൃത്വ നിരക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ഒരു ഒഴികഴിവായി നേതൃത്വ നിര കാണരുത് എന്ന ഒരു സൂചനയും ഈ പാഠം നൽകുന്നുണ്ട് എന്നാൽ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നേതൃത്വ നിര തെറ്റ് ചെയ്താൽ നമുക്ക് അവരെ വഹിച്ചുകൊണ്ട് മോശ വഹിച്ചതുപോലെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് ചെയ്യുവാൻ നമുക്കും തയ്യാറെടുക്കാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ചൊവ്വാഴ്ചത്തെ ഭാഗം അസ്വസ്ഥത മത്സരത്തിലേക്ക് നയിക്കുന്നു. ഈ പാഠം മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ മുമ്പേ കണ്ടത് പാപം സാംക്രമികമാണ്. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. അത് നേതൃത്വ നിരയിലായിരുന്ന അഹരോൻ, മഹാപുരോഹിതനായിരുന്ന അഹരോനിലേക്കും മിര്യാമിലേക്കും അത് പകർന്നു. അവരും പാപത്തിലേക്ക് തെറ്റിലേക്ക് പോകുന്നതായ അവസ്ഥ കാണുന്നു. അങ്ങനെ പാപം അത് പകരുന്നതായി മാറുകയാണ്. അത് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ പാപത്തിലേക്ക് മനുഷ്യനെ വേഗത്തിൽ ആകർഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗം റെസ്റ്റ്ലെസ് ലീഡ്സ് ടു റിബലിയൻ അല്ലെങ്കിൽ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഗോഡ്. അസ്വസ്ഥത മത്സരത്തിലേക്ക് നയിക്കുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വേദഭാഗം നമ്മൾ പരിശോധിക്കാമെങ്കിൽ അവിടെ കാണുന്നത് അവർ അവനോട് വിവരിച്ച് പറഞ്ഞ എന്താൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും വിടുന്ന ദേശം. ഈ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം ഉറ്റുനോക്കുവാൻ 12 ഗോത്രത്തിൽ നിന്നായി 12 നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അയച്ചു. അവർ പോയി ഉറ്റുനോക്കിയിട്ട് വന്ന് പറയുന്നതായ വിവരണങ്ങൾ, അവത്തെക്കുറിച്ച് അവർ പറഞ്ഞ എന്താണ്? അവർ വന്ന് പറഞ്ഞത് 12 പേരും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. 12 പേരും പറഞ്ഞ അവിടുത്തെ ദേശം നല്ലതാണ്, ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് ഒക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിലും അവിടുത്തെ ആളുകൾ മഹാമല്ലന്മാരാണ്, വലിയ ആളുകളാണ്, നമുക്ക് അവരുടെ മുമ്പേ അവരെ ജയിക്കാൻ കഴിയുകയില്ല എന്നതായ കാര്യം അവർ അവതരിപ്പിച്ചു. എന്നാൽ കാലേബ് പറഞ്ഞു, അങ്ങനെയല്ല, നമുക്കവരെ ജയിക്കാൻ കഴിയും, നമ്മൾ യഹോവയോട് മത്സരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ കാലേബിനെയും യോശുവയെയും കല്ലെറിയുവാനാണ് അവരെ താല്പര്യം കാണിച്ചത്. എന്നാൽ ആ സമയത്ത് നമ്മൾ ഈ വേദഭാഗം വായിക്കുകയാണെങ്കിൽ ദൈവം അവരുടെ ദൈവ സാന്നിധ്യം അവിടെ കടന്നു വരികയും അവരുടെ കയ്യിൽ നിന്ന് കല്ല് താഴെ വീണ് പോകുന്നതും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ജനം കണ്ടു. അവരൊക്കെ അവരെ സാന്നിധ്യം കണ്ട് വിസ്മയിച്ചു. അവരെക്കാളെല്ലാം ശക്തനായ സർവ്വശക്തൻ അതിനെതിരെ ഇടപെട്ടു. ജനം തങ്ങളുടെ മത്സരം തുടർന്നു. ദുരാലോചന പ്രചരിപ്പിച്ച ഒറ്റുകാർ ഭയന്ന് നിലം പറ്റി ഇഴഞ്ഞുകൊണ്ട് വട്ടുപിടിച്ച് പാളയത്തിലേക്ക് ഓടി. ആ നിമിഷം തന്നെ ദൈവസാന്നിധ്യം പരസ്യമായി പ്രതിഫലിച്ചു. അങ്ങനെ നമ്മൾ ഈ 14-ാം അധ്യായം മുഴുവൻ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കിപ്പോൾ അത് ഒരു തണുത്ത അനുഭവം പോലെ കാണപ്പെടുകയാണെങ്കിലും ദൈവം പിന്നെയും മോശയോട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ജനം എറിയുവാനെടുത്ത കല്ലുകൾ മോശയ്ക്കും കാലേബിനും യോശുവയ്ക്കും നേരെ ആയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് അവർ മോശയ്ക്കും കാലേബിനും, മോശയോടും യോശുവയ്ക്കും കാലേബിനും എതിരെ അല്ല, മറിച്ച് ദൈവത്തിനെതിരെ തന്നെയായിരുന്നു അവർ മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുന്ന ദൈവജനം മത്സരിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെടുന്നത് നമ്മൾ ദൈവജനത്തിനെതിരായി മറ്റുള്ളവർ ഒരുമിച്ച് കൂടുമ്പോഴും ദൈവം അവിടെ ഇടപെടുന്നതായി നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ബുധനാഴ്ചത്തെ ഭാഗം ഒരു മധ്യസ്ഥൻ, ആൻ ഇൻ്റർസെസർ ഓർ എ മീഡിയേറ്റർ, വൺ ഹൂസ് സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. അപ്പോൾ ഇവിടെ സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം ഇങ്ങനെ കാണുന്നു. യഹോവ മോശയോട്, ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും, ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയും, നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യും. ഇത് നമുക്കറിയാവുന്നതാണ് ഈ പശ്ചാത്തലം. ഈ അനുഭവം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വർദ്ധിക്കുകയും ദൈവം അവരെ മുഴുവൻ നശിപ്പിക്കാമെന്നും മോശയിലൂടെ ഒരു പുതിയ ജനത്തെ വാർത്തെടുക്കാമെന്നും പറഞ്ഞു. എന്നാൽ മോശ അതിന് വിപരീതമായി ദൈവത്തോട് അവർക്ക് വേണ്ടി യാചിക്കുന്ന, അവർക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുന്നതായ ഒരനുഭവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതേ അനുഭവം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കാമെങ്കിൽ അവിടെയും കാണാൻ കഴിയും. അതായത് അനേക വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട്
400-500 വർഷങ്ങൾക്കധികമായിട്ട് അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു വന്നിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതായ ഒരു പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് മോശ യഥാർത്ഥത്തിൽ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവജനത്തിന് ഒരു മാതൃക ഇവിടെ കാണിക്കുകയാണ്. ആ മാതൃക അല്ലെങ്കിൽ ക്രിസ്തു ചെയ്തതായ മധ്യസ്ഥത ഒരു പക്ഷേ അവിടെ മോശ ചെയ്തത് അതിൻ്റെ മാതൃകയാണ് എന്ന് അനേകർ വേദപണ്ഡിതന്മാരും വേദവിദ്യാർത്ഥികളുമൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം പരിശോധിക്കാമെങ്കിൽ മോശയുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവത്തോട്: നിൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അപ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, നീ മിസ്രയീം മുതൽ ക്ഷമിച്ചു വന്നതുപോലെ തുടർന്നും അവരോട് ക്ഷമിക്കണമേ. ഒരുപക്ഷെ വാഗ്ദത്ത നാട്ടിലേക്ക് ഇവർ പ്രവേശിച്ചില്ലെങ്കിൽ, ഇവരെ എല്ലാവരും ഇവിടെ നശിപ്പിച്ച് കളഞ്ഞാൽ, മിസ്രയീമ്യരിൽ അന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പോവുകയാണെന്നാണ്. അത് ദൈവത്തിനത് കഴിഞ്ഞില്ല എന്ന് അവർ അടുത്ത തലമുറയോട് പറയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് ദൈവത്തോട് മോശ പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതായ ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഫലമായി വീണ്ടും യഥാർത്ഥത്തിൽ അവർ കനാൻ ദേശത്തിൽ എത്തേണ്ട സമയമായി. പക്ഷേ ഈ മത്സരത്തിൻ്റെ ഫലമായി വീണ്ടും ഒരു 38 വർഷക്കാലം മരുഭൂമിയിൽ അവർക്ക് വീണ്ടും ചുറ്റി നടക്കേണ്ടി വന്നു. അവർക്ക് ദൈവം വീണ്ടും ഭക്ഷണം കൊടുത്തു. സമാപന കൂടാരത്തിൽ വെച്ച് ദൈവം അവരോട് വീണ്ടും സംസാരിച്ചു. മരുഭൂമിയിൽ ദൈവം അവരോടൊത്ത് സഞ്ചരിച്ചു. എന്നാലും അവർ മരുഭൂമിയിൽ മരിക്കും. എന്നാലും അവരെല്ലാവരും മരുഭൂമിയിൽ മരിച്ചു പോകും എന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. അവർ മത്സരിച്ചത് കാരണം യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ മരിക്കുവാൻ ഇടയായിത്തീർന്നു. അത് അവർക്കൊരു ന്യായവിധി പോലെ തന്നെയായിരുന്നു. ദൈവത്തിൽ സർവ്വവിധ ആശ്രയവും അർപ്പിപ്പാൻ പഠിക്കാത്ത ഒരു തലമുറ എങ്ങനെയാണ് നാട്ടിലെ അധികാരപ്രമത്തമായ നഗര സംസ്ഥാനങ്ങളെ ആക്രമിച്ച് കീഴടക്കുക? അപ്പോൾ നമുക്കും പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റ് ഉള്ളവരെ ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ സ്വഭാവത്താൽ പ്രകാശിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്ത് കടന്നു വരുമ്പോൾ ഫെയ്ത്ത് വേഴ്സസ് പ്രസംഷൻ, വിശ്വാസവും അനുമാനവും, റിയൽ ഫെയ്ത്ത് ഓർ ഫോൾസ് ഫെയ്ത്ത്, ഇവിടെയും 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 10-ാം അധ്യായം 11-ാം വാക്യം നമ്മുടെ മനപ്പാഠ വാക്യമാണ്. ആ മനപ്പാഠ വാക്യം വിശദീകരിച്ചപ്പോൾ ഞാൻ ആ ഭാഗത്തെ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ ഭാഗം തുടർന്ന് നമുക്കിനി അവിടെ എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഈ മരുഭൂയാത്രയിൽ, അതായത് അന്ന് അവർ മരുഭൂയാത്രയിലൂടെ കനാൻ ദേശത്തിലേക്ക് പോകാനുള്ള യാത്ര ചെയ്തെങ്കിൽ ഇന്ന് നമ്മൾ സ്വർഗീയ കനാനിലേക്കുള്ളതായ മരുഭൂയാത്രയിലാണ്. ഈ മരുഭൂയാത്രയ്ക്ക് അല്ലെങ്കിൽ മരുഭൂമിക്ക് ഇന്ന് നമ്മൾ ഈ പറയുന്ന മരുഭൂമി എന്ന് പറയുന്നതിന് പല മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ പല അനുഭവങ്ങളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒരു പക്ഷേ പല വിധത്തിൽ നമ്മളോട് ഇടപെടുന്നതായിരിക്കാം. അത് നമ്മളെ ഇന്നത്തെ ഒരുപാട് ലോകമോഹങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അതിടയാക്കി തീർക്കാം. നമുക്കതിനോട് അല്പം താല്പര്യപ്പെട്ട് നമ്മൾ അതിലേക്ക് ചേരുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന പലതിനും പരിഹാരം നമുക്കതിൽ നിന്ന് കണ്ടെന്ന് വരാം. എന്നാൽ അത് ദൈവഹിതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പുരാതന ഇസ്രായേലിനെ പോലെ നമ്മൾ സമാധാനത്തിന് വേണ്ടി അലയുന്നവരായി അസ്വസ്ഥതയോടുകൂടി അതിനുവേണ്ടി തെറ്റായ ഇടങ്ങളിൽ പരതുന്നവരായി മാറും. അപ്പോൾ അന്നത്തെ ഇസ്രായേലിയർ എന്താണ്? അസ്വസ്ഥതയോടുകൂടിയാണ് അവരെന്ത് ചെയ്തത്? സമാധാനത്തിന് വേണ്ടി തെറ്റായ ഇടങ്ങളിൽ പരതിയത്. നമ്മളും അതേ അനുഭവത്തിൽ ചെന്ന് വീഴരുത് എന്ന് ദൈവം അതിന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 14-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള ഭാഗം നമ്മൾ പരിശോധിക്കാമെങ്കിൽ അവിടെ കാണുന്നത്, ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരും മടങ്ങി വന്ന ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. അങ്ങനെ അനേകർ ആ സമയത്ത് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂൻ്റെ മകനായ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. പിന്നെ മോശ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളൊക്കെയും പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. പിറ്റേന്ന് അവർ അധികാലത്ത് എഴുന്നേറ്റ്, ഇതാ യഹോവ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. മലമുകളിൽ കയറി. നോക്കണം, ഇവരിങ്ങനെ ഒറ്റുനോക്കാൻ പോയിട്ട് ദുർവർത്തമാനം പറഞ്ഞു. അവരൊക്കെ ബാധ ഏറ്റ് മരിച്ചു. അപ്പോൾ മോശ ഇവരൊക്കെ അവരോട് പറഞ്ഞപ്പോൾ, എന്നാൽ ഞങ്ങളിനി അങ്ങോട്ടങ്ങ് പോയേക്കാം, അവിടുത്തെ ആളുകൾ
മല്ലന്മാരാണ്, അവരെ ജയിക്കാൻ കഴിയത്തില്ല, അത് ഞങ്ങൾ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നാണോ നിങ്ങളുടെ താല്പര്യം, ഞങ്ങൾ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെ മത്സരിച്ചുകൊണ്ട് വീണ്ടും മത്സരത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ മോശ അവരെ വിലക്കുകയാണ്. മോശ അവരോട് പറയാണ്, മോശ പറഞ്ഞു, അപ്പോൾ മോശ നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നത്? അത് സാധ്യമാകയില്ല. ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. അമാലേക്യരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവയെ വിട്ട് പിന്തിരിഞ്ഞിരിക്കൊണ്ട് യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. യഹോവയുടെ നിയമപെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ല താനും. എന്നാൽ മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ച് ഹൊർമാവ് വരെ അവരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, നാം ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുമ്പോൾ നോക്കണം, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതായ ദേശത്തിലേക്ക് സമാധാനത്തോടെ ചെന്ന് ചേരുവാൻ, ദൈവത്തിൽ പൂർണ്ണമായി അവരെ അർപ്പിച്ചുകൊണ്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് പോകുവാൻ അവർ താല്പര്യമെടുക്കാതെ അസന്തുഷ്ടത പ്രകടിപ്പിച്ച് അസ്വസ്ഥതയോടുകൂടി സമാധാനം കണ്ടെത്താൻ അവർ പലപ്പോഴും ശ്രമിച്ചു. അതിൻ്റെ ഫലമായി ദൈവത്തിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ദൈവത്തിന് വിരോധമായി അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അനേകർ അവിടെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ദൈവിക ന്യായവിധിയിൽ ഇസ്രായേലിൻ്റെ പ്രതികരണം അവരുടെ തനി സ്വഭാവം കാണിക്കുന്നത് തന്നെയായിരുന്നു. ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി പോകുന്നു. നോക്കണം, ഇത്രയൊക്കെ ആയിടക്കെയും അവരുടെ മത്സരത്തിന് ഒരു കുറവും വന്നില്ല. ഞങ്ങൾ പാപം ചെയ്തു പോയി, എന്നാലും പകുതി മനസ്സോടെ അവർ സമർപ്പണം തെറ്റായ രീതിയിലുള്ളതായ പ്രതിരോധ ചികിത്സ പോലെയാണ് പകുതി മനസ്സോടെയുള്ള സമർപ്പണം. നമ്മൾ ഈ വാക്സിനേഷനൊക്കെ എടുക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള വാക്സിനേഷൻ ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ എടുക്കണം, ഒന്നാമത്തത്. അതിനുശേഷം അതിൻ്റെ സമയാസമയങ്ങളിൽ അതിൻ്റെ അടുത്ത ബൂസ്റ്റർ ഡോസുകൾ എടുക്കേണ്ടതുണ്ട്. അതെടുത്തില്ലെങ്കിൽ ആദ്യത്തെ ഡോസ് കൊണ്ട് പ്രയോജനമില്ല. എന്നതുപോലെ ഈ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ മത്സരം ദൈവപദ്ധതി ഉൾക്കൊള്ളാതെയും നിയമപെട്ടകം കൂടാതെയും മോശയുടെ നേതൃത്വം അംഗീകരിക്കാതെ ശാഠ്യത്തോടെയുമായിരുന്നു. അത് നിരാശയിലും മരണത്തിലും അവസാനം എത്തിച്ചേർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ ഒരു പ്രസംഷനായിരുന്നു, അവിടെ ഒരു അനുമാനമായിരുന്നു. അവർ വിശ്വാസത്തോടെ അല്ല അവർ ഈ കനാൻ ദേശത്തിലേക്ക് പോയത്. അങ്ങനെ പോയപ്പോൾ അങ്ങനെ പ്രിസംഷനിലൂടെ നമ്മുടെ സ്വയം അനുമാനത്തിലൂടെ പോയാൽ നമുക്കതിൻ്റെ അവസാനം മരണമോ നിരാശയോ ഒക്കെ ആയി തീരും. എന്നാൽ അതിന് പകരം നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് സമർപ്പിച്ച് ദൈവിക പദ്ധതിയോട് ചേർന്ന് പോകുമെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തിൽ എത്തുവാൻ തീർച്ചയായും ഇടയായിത്തീരും. ഞാനും നിങ്ങളും ആ വിശ്വാസത്തിൽ കടന്നു വന്നവരാണ്. ആ വിശ്വാസത്തിൻ്റെ യാത്രയിലാണ്. ആ യാത്ര ഭംഗം വരാതെ, യാത്ര പുറമോട്ട് നോക്കാതെ, മത്സരമില്ലാതെ, അസ്വസ്ഥത കൂടാതെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട യാത്ര നമുക്ക് തുടരാം. എങ്കിൽ നമുക്ക് ആ സ്വർഗീയ കനാലിൽ എത്തിച്ചേരാൻ ഇടയായിത്തീരും. അതായിത്തീരട്ടെ നമ്മുടെ ഓരോരുത്തരെയും ആഗ്രഹവും പ്രവർത്തനവും. അതിനെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പാഠത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.
പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിന്ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളും. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളും. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു